മാഷേ, ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിൻ്റെ വാർഷികമായിരുന്നു ഇന്നലെ. അപ്പോൾ ഇന്നലെ കണ്ടൊരു, അതായത് ഇന്ന് രാവിലെയാണ് ഞാനിത് കാണുന്നത്. ഇതിനോടനുബന്ധിച്ച് പാക് ഭരണകൂടം പാകിസ്ഥാനിൽ യൂം-ഇ-ഇസ്തിഹ്സാൽ എന്ന് പറയുന്ന ഒരു ദിനം ആചരിച്ചു. അതായത് ചൂഷണ ദിനം എന്നാണ് അവർ, അതെ, അങ്ങനെ ആചരിക്കാൻ ആഹ്വാനമുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇസ്ലാമാബാദ് അതിൻ്റെ ആഗോളതലത്തിൽ തന്നെ വിവിധ മന്ത്രാലയങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യം എന്ന് പറയുന്നത് എന്നാൽ ഇസ്ലാമാബാദിൽ മാത്രമല്ല, മറിച്ച് ബ്രസൽസ്, നിയാമി, ഹൂസ്റ്റൺ, ട്രിപ്പോളി, ബുഡാപെസ്റ്റ്, മാഡ്രിഡ് എന്നിവിടങ്ങളിലൊക്കെയും വാക്കത്തോണുകൾ, സെമിനാറുകൾ, മീഡിയ ബ്രീഫിങ്ങുകൾ ഒക്കെ കൊടുക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. പക്ഷേ ഈ ഒരു എന്താ പറയുക, നെറികേട് കാണിച്ചത് ഇന്ത്യയോടാണ്. വീണ്ടും അവരിത് വീണ്ടും കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് പല രാജ്യങ്ങളിൽ ചിതറിക്കിടക്കുന്ന ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങളെ ഒത്തുചേർത്തുകൊണ്ട് ഇന്ത്യക്ക് നേരെ അണിനിരക്കാനുള്ളൊരു ആഹ്വാനം കൂടിയല്ലേ ഈ ഒരു ദിനം ആചരിക്കാനുള്ള ആഹ്വാനം കൊടുത്തതിലൂടെ കൊടുക്കുന്നത്? തീർച്ചയായിട്ടും. അത് ഈ പാകിസ്ഥാൻ എന്ന രാജ്യം ലോകത്തിലൊരു ഗതികെട്ട രാജ്യമാണ്. ഒന്നാമത് അതിൻ്റെ എന്താ പറയുക, മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് പറയില്ലേ, ജെനറ്റിക്കൽ ഡിഫക്റ്റാണത്. ഒന്നാമത് ഒരു മതത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു രാജ്യം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ഈ പാകിസ്ഥാനിലെ അതിൻ്റെ അടിസ്ഥാന പിതാക്കൾക്ക് മനസ്സിലാവാതെ പോയതാണ്. മനസ്സിലായി, അതിവേഗത്തിൽ മനസ്സിലായി. എപ്പോൾ 47 പാകിസ്ഥാൻ ഉണ്ടായി. ഇന്ത്യ ഉണ്ടാകുന്നതിൻ്റെ ഒരു ദിവസം മുമ്പേ ഉണ്ടായി, ഓഗസ്റ്റ് 14. പക്ഷേ അന്ന് മുതൽ അവിടെ തുടങ്ങി. ഇന്ത്യയും പാകിസ്ഥാനും ഒരിക്കലും ഒരുമിച്ച് പോകാൻ പാടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഹിന്ദു ഒരു രാഷ്ട്രമാണ്, മുസ്ലിം മറ്റൊരു രാഷ്ട്രമാണ്. ഇപ്പം ഞാനും പ്രജിത അയൽക്കാരാണെങ്കിൽ ഒരേ മണ്ണിലെ ഒരേ വായു ശ്വസിച്ച് ഒരേ വെള്ളം കുടിച്ച് ഒരേ രാജ്യത്തിൻ്റെ സൗകര്യങ്ങൾ പങ്കിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം 2 മതത്തിലാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് നമ്മൾ 2 ദേശങ്ങളായി തീരണം എന്ന് പറയുന്ന ഭ്രാന്തമായ ആശയം മുന്നോട്ട് വെച്ചതാണ് പാകിസ്ഥാൻ. അതാണ് പാകിസ്ഥാൻ്റെ അടിത്തറ. 1940 ലാഹോറിൽ ചേർന്ന അന്നത്തെ മുസ്ലിം ലീഗ്, സർവേന്ത്യ മുസ്ലിം ലീഗിൻ്റെ സമ്മേളനമാണ് ഈ പാകിസ്ഥാൻ പ്രമേയം എടുത്തത്. അന്ന് മുതൽ തുടങ്ങിയതാണ്. അങ്ങനെയാണ് 47 എല്ലാവരും, പിന്നെ നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിൽ ഇന്ത്യയിലെ അധികാര പ്രശ്നങ്ങളും കൂടി ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഇപ്പോൾ മുഹമ്മദ് അലി ജിന്നയെ കൂടി അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പദവി അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരും. അദ്ദേഹം പൊളിറ്റിക്കലി വളരെ ജയൻ്റാണ്, ബ്രില്യൻ്റാണ്, അങ്ങനത്തെ ഒരു ഇൻ്റലക്ച്വലാണ്. അപ്പോൾ മുഹമ്മദ് അലി ജിന്നയെ കൂടി അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഭരണകൂടത്തേക്കാൾ നല്ലത് അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞിട്ടുള്ള ഭരണകൂടമാണെന്ന് ഇവിടെയും ആലോചിക്കാൻ ആളുകളുണ്ടായി. അതാണ് അതിൻ്റെ അന്നത്തെ കാര്യം. കോൺഗ്രസ്സിലെ ഒരു പവർ പൊളിറ്റിക്സിൽ അന്ന് പങ്കുവഹിച്ചിട്ടുണ്ട്. സത്യത്തിൽ ആ കോൺഗ്രസ് ലീഡർഷിപ്പാണ് മഹാത്മാഗാന്ധിയെ പോലും ഒടുവിൽ വിഭജനത്തിന് അനുകൂലമായി ഒരു മനസ്സ് ആക്കിയെടുത്തത്. അപ്പോൾ ഏതായാലും 47 ഈ രാജ്യം ഉണ്ടാകുന്നത് മതമാണ് ഒരു രാഷ്ട്രത്തിൻ്റെ അടിത്തറ എന്ന കള്ളം ഭ്രാന്തമായി പ്രചരിപ്പിച്ചുകൊണ്ടാണ്. അത് തെറ്റി. 47 നിന്ന് 71 അപ്പോൾ അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇന്ത്യയുടെ 2 ഭാഗത്ത് കിടക്കുന്ന, ഭൂമിശാസ്ത്രപരമായി 2 ഭാഗത്ത് കിടക്കുന്ന 2 ഭൂപ്രദേശങ്ങൾ ഒറ്റ രാഷ്ട്രമാണ്. എന്തുകൊണ്ടെന്നാൽ രണ്ടിടത്തും വിശ്വാസപരമായി ഐക്യമുണ്ട്. അവിടെ ഇവിടെ ഇസ്ലാമാണ്. അത് പൊളിഞ്ഞു. 71 ആയപ്പോഴേക്ക് പാകിസ്ഥാൻ, കിഴക്കൻ പാകിസ്ഥാൻ, പടിഞ്ഞാറൻ പാകിസ്ഥാൻ. കിഴക്കൻ പാകിസ്ഥാനാണ് ഇന്നത്തെ ബംഗ്ലാദേശ്. അവർ പറഞ്ഞു ശരിയല്ല, ഞങ്ങൾക്ക് തെറ്റുപറ്റി. വിശ്വാസമല്ല ഒരു രാഷ്ട്രം ഉണ്ടാക്കുന്നത്, മതമല്ല രാഷ്ട്രം ഉണ്ടാക്കുന്നത്. മറിച്ച് ഒരു ദേശം, അതിൻ്റെ മണ്ണ്, സംസ്കാരം, ഭൂപ്രകൃതി, അതിൻ്റെ കാലാവസ്ഥ, ഭാഷ, ഇങ്ങനെ കുറേ ഘടകങ്ങളാണ്. ഭാഷ, ഭക്ഷണം, ആചാരമര്യാദകൾ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പടിഞ്ഞാറൻ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനും ഒന്നല്ല, അതുകൊണ്ട് 2 ദേശങ്ങൾ. അപ്പോൾ അവർക്ക് ഈ മഹാമണ്ടന്മാർക്ക് ആദ്യത്തെ പാഠം പഠിച്ചു. ബംഗ്ലാദേശ് ഉണ്ടാകുമ്പോൾ അവർ പഠിച്ച പാഠം എന്താണ്? മതമല്ല രാഷ്ട്രത്തിൻ്റെ അടിത്തറ, സംസ്കാരമാണ്. പഠിച്ചു. ഇനി ബാക്കി അവശേഷിച്ച പാകിസ്ഥാൻ്റെ സ്ഥിതി എന്താ? അപ്പോൾ അവശേഷിച്ച പാകിസ്ഥാനിൽ ഇസ്ലാമാണല്ലോ മതം, ഔദ്യോഗിക മതമാണ്. ആദ്യത്തെ കുറച്ചു കാലം ഔദ്യോഗിക മതമല്ല, പാകിസ്ഥാൻ മതരാഷ്ട്രമല്ല, മതേതര രാജ്യമാണെന്നൊക്കെ പറഞ്ഞെങ്കിലും 1980 സിയാഉൽ ഹക്കിൻ്റെ ഭരണകാലം വന്നപ്പോൾ അവിടെ ഇസ്ലാമിക രാഷ്ട്രമായല്ലോ. എന്താ അവിടുത്തെ സ്ഥിതി? എത്ര ഇസ്ലാം അവിടെ ഉള്ളത്? എത്ര പേരാണ് തമ്മിൽ തല്ലുന്നത്? അവിടുത്തെ പഞ്ചാബി പാകിസ്ഥാനി അല്ല, പഞ്ചാബിയാണ്. അവിടുത്തെ സിന്ധിയാണ്, പാകിസ്ഥാനി അല്ല. അവിടുത്തെ ബലൂജിയാണ്, പാകിസ്ഥാനി അല്ല. അവിടുത്തെ പട്ടാണി എന്ന് വെച്ചാൽ പെഷവാർ പഷ്തൂണിസ്ഥാൻ, അവർ പട്ടാണിയാണ്, അവർ
പാകിസ്ഥാനി അല്ല. അവിടുത്തെ എല്ലാവരും ഇങ്ങനെ എടുത്തോളൂ, അവിടുത്തെ കാശ്മീരി, പാക് ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ പിടിച്ചെടുത്തല്ലോ, അവരൊന്നും ഇപ്പോഴും പാകിസ്ഥാനികളല്ല. എന്ന് പറഞ്ഞാൽ ഒരു പാകിസ്ഥാൻ നമ്മുടെ കൺമുമ്പിൽ നോക്കി നിൽക്കെ അനേകം പാകിസ്ഥാനുകളായിട്ട് മാറുകയാണ്. ഒരു ബംഗ്ലാദേശ് മാത്രമല്ല വേറിട്ട് പോയത്, അതിനകത്ത് പരസ്പരം പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ പാകിസ്ഥാൻ്റെ തന്നെ ഉപദേശീയതകളാണ്. അതൊന്ന്. കാശ്മീരിനെ മുൻനിർത്തിയാണ് ഈ പ്രശ്നങ്ങളെ മുഴുവൻ ഇവർ മറച്ചു പിടിച്ചത്. ഇവർ കാണിച്ച പരമ മണ്ടത്തരം ഇപ്പോഴും മറച്ചു പിടിക്കുന്നത് ഇന്ത്യയോടുള്ള ശത്രുതയെ മുൻനിർത്തിയിട്ടാണ്. അത് എന്ന് അവസാനിക്കുന്നുവോ അന്ന് തീർന്നു പാകിസ്ഥാൻ എന്നൊരു ദേശീയത ഉണ്ടാവില്ല. പാകിസ്ഥാൻ ഒറ്റയ്ക്ക് നിൽക്കില്ല. പാകിസ്ഥാനിലെ ഭരണകൂടത്തെ പാകിസ്ഥാൻ ജനത തന്നെ അട്ടിമറിക്കും. അവർ തമ്മിൽ തല്ലി തീരും. അത് സംഭവിക്കാതിരിക്കാൻ അവർക്കുള്ളൊരു വഴി ഇന്ത്യ വിരുദ്ധതയാണ്. ആദ്യം മുതൽ ഇന്ന് വരെ ഉപയോഗിക്കുന്ന ഒരു ഘടകമാണ് ഈ കാശ്മീർ. സത്യത്തിൽ കാശ്മീർ ചരിത്രത്തിലെ ഒരു നിയോഗം പോലെ സംഭവിച്ചതാണ്. 47-ൽ നമ്മുടെ ഇന്ത്യയിൽ ഏതാണ്ട് 550-ലേറെ നാട്ടുരാജ്യങ്ങളാണ്, കൊച്ചു നാട്ടുരാജ്യങ്ങളായിരുന്നല്ലോ അന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിലൊരു നാട്ടുരാജ്യമാണ് ഈ കാശ്മീർ. അവിടെ ഭരിച്ചിരുന്നത് ഹരിസിംഗ് എന്ന് പറയുന്ന ഹിന്ദു രാജാവാണ്. ജനങ്ങൾ ഭൂരിപക്ഷം മുസ്ലിങ്ങളുമാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ തന്ത്രപൂർവ്വം ഒരു നയം വെച്ചു, തമ്മിൽ തല്ലിച്ച് ചത്ത് തീരാൻ വേണ്ടി വെച്ചതാണ്. എന്താണ് ആവശ്യം? ഓരോ നാട്ടുരാജ്യത്തിനും ഇഷ്ടമുള്ള രാജ്യത്ത് ചേരാം. അതാണ് പാർട്ടീഷൻ ഫോർമുല. ഒന്നുകിൽ നിങ്ങൾക്ക് ഇന്ത്യയുടെ കൂടെ ചേരാം, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ കൂടെ ചേരാം. പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന കാശ്മീരിൽ മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷം. ഇസ്ലാമിക രാജ്യം വരുന്നതെന്നാണ് അവരുടെ മുദ്രാവാക്യം. പാകിസ്ഥാൻ ഇസ്ലാമിസ്ഥാൻ എന്നായിരുന്നല്ലോ. അപ്പോൾ പാകിസ്ഥാനിലെ ജനങ്ങളിൽ നല്ലൊരു ശതമാനം പാകിസ്ഥാനോട് ചേർന്നാലോ എന്ന് ആഗ്രഹിച്ചു. അവർക്ക് അറിയില്ല ഇതിൻ്റെ വരുംവരായികളും ദുരന്തങ്ങളൊന്നും ആ പാവങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് ഇന്ത്യയോട് ഇഷ്ടമാണ്, പക്ഷേ ഇസ്ലാമിനോട് ഒരു ഇത്തിരി അധികം ഇഷ്ടമാണ്. കാരണം മതമാണല്ലോ, വിശ്വാസമാണല്ലോ, ദൈവമാണല്ലോ. പക്ഷേ ഹരിസിംഗ് എന്ന ചക്രവർത്തി പറഞ്ഞു, അയ്യോ ഞാൻ ഇന്ത്യക്കാരനാണ്, എനിക്ക് ഇന്ത്യയുടെ കൂടെ ചേരാനാണ് താല്പര്യം. അപ്പോൾ രാജാവ് ഇന്ത്യയുടെ കൂടെ ചേരാൻ തീരുമാനിച്ചപ്പോൾ, രാജാവാണല്ലോ ഡിസൈഡിങ് ഫാക്ടർ, തീരുമാനിച്ചപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് സഹായിച്ചു ഹരിസിംഗിനെ. അങ്ങനെയാണ് നമ്മൾ പാകിസ്ഥാനെ ഇന്ത്യയോട് അറ്റാച്ച് ചെയ്തത്, കാശ്മീരിനെ ഇന്ത്യയോട് അറ്റാച്ച് ചെയ്തത്. ആ സമയം ആണ് ആദ്യമായി പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. അല്ല, പാകിസ്ഥാനികൾ ആഗ്രഹിക്കുന്നത് കാശ്മീരികൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളോടൊപ്പം നിൽക്കാനാണ്. ജനത ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കാശ്മീർ ഞങ്ങൾക്ക് വേണമെന്ന് പാകിസ്ഥാൻ. അന്നാണ് ആദ്യം 47-ലെ യുദ്ധം. ആ യുദ്ധത്തിലാണ് ഇപ്പോൾ കാശ്മീരിൻ്റെ കുറേ ഭാഗം അവർ പിടിച്ചത്, ബാക്കി ഇന്ത്യയോട് ചേർത്തു. അങ്ങനെയാണ് ജമ്മു കാശ്മീർ നമ്മുടെ കൂടെ നിന്നത്. ഇതാണ് അതിൻ്റെ ചരിത്രം. അത് കഴിഞ്ഞിട്ട് പിന്നെ തുടർച്ചയായിട്ട് കാശ്മീരിനെ ചൊല്ലിയല്ലേ. 47 കഴിഞ്ഞു, 65-ൽ പാകിസ്ഥാൻ നേരിട്ട് വന്ന ആക്രമണം, അതും കാശ്മീരിനെ ചൊല്ലിയാണ്, തീവ്രവാദികളെ ചൊല്ലി ഒക്കെയാണല്ലോ. അത് പിന്നീട് നമ്മൾ കരാറുണ്ടാക്കി. അപ്പോൾ 47-ലെ യുദ്ധം, അത് കഴിഞ്ഞ് 65-ലെ യുദ്ധം, 71-ൽ ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധം, അത് കഴിഞ്ഞ് 93-ലല്ലേ കാർഗിൽ വാർ, 93-ൽ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ, 5-6 വലിയ യുദ്ധങ്ങൾ. ഇതൊന്നും ചെറുതല്ല, ഒരു ചെറിയ അതിർത്തി തർക്കമല്ല. അപ്പോൾ അതിൻ്റെ എന്താ അർത്ഥം? കഴിഞ്ഞ 80 കൊല്ലമായി, 47-ൽ നിന്ന് ഇപ്പോൾ എത്ര കൊല്ലമായി? 77 കൊല്ലമായി അല്ലേ? 77 കൊല്ലമായി ഒരു രാജ്യം നിലനിൽക്കുന്നത് ഒരേ ഒരു ഇഷ്യൂവിൻ്റെ പുറത്താണ്. അതാണ് ഈ കാശ്മീർ. അതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യൻ കാശ്മീരിന് മാത്രം ബാധകമായൊരു നിയമമാണ് ആർട്ടിക്കിൾ 370. അത് എടുത്തു കളയുകയെ പുനഃസ്ഥാപിക്കുകയെ, അത് ഇന്ത്യൻ ജനതയുടെ ഇഷ്യൂ ആണ്. കാശ്മീരിലെ ജനങ്ങളെ തീരുമാനിച്ചോളും. അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് ഉണ്ടല്ലോ. ഇപ്പോൾ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞിട്ട് അവിടെ തിരഞ്ഞെടുപ്പ് നടന്നു. ഉമർ അബ്ദുള്ള അവിടുത്തെ മുഖ്യമന്ത്രിയാണ്. അവിടെ തിരഞ്ഞെടുപ്പ്, കേന്ദ്രഭരണ പ്രദേശമാണെങ്കിൽ പോലും തിരഞ്ഞെടുപ്പ് നടന്നല്ലോ, ജനങ്ങൾ പങ്കെടുത്തല്ലോ, അവരല്ലേ തീരുമാനിച്ചു കൊള്ളുക. അതിലിപ്പോഴും പാകിസ്ഥാൻ്റെ ആഭ്യന്തര പ്രശ്നമായിട്ട് എടുക്കുകയാണ്. ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നമാണ്. പാകിസ്ഥാൻ അതിൽ ഇടപെടേണ്ട കാര്യം പോലും ഇല്ല. അപ്പോൾ പാകിസ്ഥാൻ എന്താ ചെയ്യുന്നത്? ഇത് ചൂഷണമാണ്. ആരെ ചൂഷണം ചെയ്യുന്നു? ഈ ചൂഷണ ദിനം എന്നൊരു പ്രയോഗം ഇന്ത്യക്കകത്തുള്ള ഒറ്റ കാശ്മീരിയും പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ത്യക്ക് പുറത്തുള്ള പാകിസ്ഥാൻ എന്ന ഭരണകൂടത്തിന് എന്തായാലും കാര്യം എങ്ങനെ ചൂഷണ ദിനാവുക? ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞത് പഴയ കാശ്മീരിൻ്റെ ഒരു വികാരമായിട്ട് ബന്ധപ്പെടുത്താൻ. എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക സൗകര്യം കൊടുത്തതാണ്. ഞങ്ങളൊരു പ്രത്യേക പരിഗണന തരും. കാരണം നിങ്ങളൊരു ജനത എന്ന നിലയിൽ പാകിസ്ഥാനിൽ ചേരാതെ, മഹാഭൂരിപക്ഷം ജനങ്ങൾ മുസ്ലിങ്ങളായിട്ട് പോലും പാകിസ്ഥാനിൽ ചേരാതെ ഇന്ത്യയുടെ കൂടെ നിന്ന ഒരു ജനതയാണല്ലോ. ഇന്ത്യയെ നെഞ്ചിലേറ്റിയ ജനതയാണല്ലോ. മതത്തേക്കാൾ പ്രധാനമാണ് രാജ്യമെന്ന് കരുതിയവരാണല്ലോ. അതുകൊണ്ട് കൊടുത്തൊരു പ്രത്യേക പദവിയാണ് ഈ ആർട്ടിക്കിൾ 370. അത് എപ്പോൾ എടുത്തു കളയണം, പുനഃസ്ഥാപിക്കണം എന്നൊക്കെ ഇന്ത്യ ഗവൺമെൻറ്റും കാശ്മീരികളും എല്ലാം തീരുമാനിക്കുക. കാശ്മീരികൾക്കും ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കണം എന്ന് പറയുന്നവർ ഇപ്പോഴും ഉണ്ട്.
സ്റ്റേറ്റ് ഹുഡ് ഇപ്പോൾ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞ് കേന്ദ്രഭരണ പ്രദേശമാക്കി. സ്റ്റേറ്റ് ഹുഡ് തിരിച്ചു തരണമെന്ന് ഇപ്പോഴും അവർ വാദിക്കുന്നുണ്ട്. അത് ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചോളും. അല്ലെങ്കിൽ അത് നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുള്ള ഇടപാടാണ്. കാശ്മീരിന് വീണ്ടും സംസ്ഥാന പദവി നൽകാനുള്ള നീക്കം നടക്കുകയാണ്. ബില്ല് പാർലമെന്റിൽ ഉടൻ വരുമെന്നാണ് പറയുന്നത്. വന്നോട്ടെ, സംസ്ഥാന പദവി തിരിച്ചു. എന്തായാലും അത് ഇന്ത്യ ഒട്ടും സഹിക്കില്ല. ഒട്ടും സഹിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നവർ? ഇപ്പോൾ ചൂഷണ ദിനം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞിട്ടാണ്. ഇന്ത്യ ഗവൺമെൻറ്റും കാശ്മീരി ജനതയും കൂടി ആലോചിച്ചിട്ട് തീരുമാനിക്കുന്നു 370 തിരിച്ചു പുനഃസ്ഥാപിക്കാൻ. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇവർക്കെന്തതിൽ കാര്യം? ഇവരുടെ പ്രശ്നം ഇതാണ്. അവരുടെ നാട് തമ്മിൽ തല്ലി തീർന്നുകൊണ്ടിരിക്കുകയാണ്, ചത്തു തൊലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ പിടിച്ചു നിർത്താൻ, ആ ജനതയെ പിടിച്ചു നിർത്താനുള്ള ഒടുവിലത്തെ അടവാണ് ഈ ഇന്ത്യ വിരുദ്ധത. അതിന് ഉള്ളൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് കാശ്മീർ. ഒരു തട്ടിപ്പാണത്. ആ തട്ടിപ്പ് ലോകം തിരിച്ചറിയും. എവിടെയൊക്കെ പാകിസ്ഥാനികൾ ജീവിക്കുന്ന രാജ്യമുണ്ടോ അവിടെയൊക്കെ ഈ പറഞ്ഞ ചൂഷണ ദിനം എന്ന് പറഞ്ഞ് ആചരിക്കുക. എന്താ കാര്യം? പാകിസ്ഥാൻ്റെ അയൽ രാജ്യമായ ഇന്ത്യ എന്ന രാജ്യത്ത് ആഭ്യന്തരമായി അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു ഭരണകൂടം കൊണ്ടുവന്ന ഭരണപരിഷ്കാരത്തിൻ്റെ പേരാണ് 370. അത് എടുത്തു കളഞ്ഞ് തെറ്റാണെങ്കിൽ ഇന്ത്യൻ ജനത തീരുമാനിച്ചോളും. അവർ പാർലമെൻറ്റിൽ സമരം ചെയ്യും, പുറത്ത് ജനകീയമായ സമരങ്ങൾ നടത്തും, അവർ കോടതിയിൽ പോയിട്ടും കേസ് കൊടുക്കും. അത് നമ്മൾ തീരുമാനിച്ചോളൂലേ? ഇവർക്ക് എന്തായാലും കാര്യം? അതാണ് ചോദ്യം. അതുകൊണ്ട് ഇവരിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്ക് വേറൊന്നുകൊണ്ടുമല്ല, സഹതപിക്കാനേ കഴിയുള്ളൂ. കാരണം അവർ കാണിച്ച ചരിത്രപരമായ വങ്കത്തരത്തിൻ്റെ ശിക്ഷ അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കാണുന്ന ഒരേ ഒരു മറുമരുന്ന് ഇന്ത്യക്കെതിരായി കാശ്മീർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് കാശ്മീരികളെ ഇന്ത്യ വഞ്ചിക്കുന്നു എന്ന് പറയുക. കാശ്മീരികൾ പറയാത്ത വാദങ്ങൾ കാശ്മീരികൾക്ക് വേണ്ടി അവർ ഇന്ത്യക്ക് പുറത്തിരുന്ന് ഉന്നയിക്കുക. ഈ തട്ടിപ്പ് ജനം തിരിച്ചറിയും, കാശ്മീരികൾ തിരിച്ചറിയും, പാകിസ്ഥാനികളും തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പാകിസ്ഥാനികൾക്ക് ഇന്ന് പാകിസ്ഥാനിൽ നടക്കുന്ന സമരം എന്താണെന്നറിയോ? അവിടെ ഇമ്രാൻഖാൻ ജയിലിലിട്ടിട്ട് 2 കൊല്ലമായി. തെഹരീക്കെ ഇൻസാഫ് പാർട്ടി ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ, ആ പാർട്ടിയുടെ 108 നേതാക്കളെ 10 കൊല്ലത്തേക്ക് ജയിലിലടച്ചിരിക്കുക. എന്താ കാരണം? പാകിസ്ഥാനിലെ ഒരു പ്രതിപക്ഷ നേതാവിനെ പൊറുപ്പിച്ചൂടാ, വലിയ ജയിലിലിട്ടിരിക്കുകയാണ്. 2 കൊല്ലമായിട്ട് ജയിലിലാണ്. 10 കൊല്ലത്തേക്ക് അനുയായികളെ മുഴുവൻ ശിക്ഷിച്ചിരിക്കുക. അവിടെ വലിയ കലാപം നടക്കുക തെരുവിൽ. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാനികൾ തന്നെ നേരിട്ടുള്ളൂ. തൽക്കാലം ഇന്ത്യ പാകിസ്ഥാനെതിരെ ഒരു യുദ്ധത്തിന് പോലും പോകേണ്ടി വരില്ല. നമ്മളൊരു വാളെടുത്ത് വീശിയപ്പോഴേക്ക് കണ്ടല്ലോ, യുദ്ധം നിർത്തണേ, വെടി നിർത്തണേ എന്ന് പറഞ്ഞ് വന്നല്ലോ. ആരും പറഞ്ഞിട്ടല്ല, അമേരിക്ക പറഞ്ഞിട്ടാണെന്നാണ് പലരും തെറ്റിദ്ധരിപ്പിച്ചത്. ഇവിടെ അല്ല, അവർ സ്വമേധയാ വന്നാണെന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ. പാകിസ്ഥാനോട് സഹതപിക്കാൻ മാത്രമേ ഇനി നമുക്ക് കഴിയൂ. അത്രമേൽ ദയനീയമാണ് അവരുടെ സ്ഥിതി. അതിൻ്റെ ഭാഗമാണ് ഈ ക്യാമ്പയിൻ. ലോകം മുഴുവൻ ക്യാമ്പയിൻ നടത്തിയിട്ട് ഒരു കാര്യമില്ല. അവരുടെ ഗതികേട് എന്താണെന്ന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായി തന്നെ ഇന്ത്യയിലെ മുഴുവൻ കക്ഷികളും ചേർന്ന് ലോകം മുഴുവൻ നടന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെതിരെയുള്ള ഒരു തട്ടിപ്പ് പ്രചരണം കൂടിയാണിത്. ഇന്ത്യൻ ജനത കാശ്മീരികളായ ഇന്ത്യക്കാരെ ചൂഷണം ചെയ്യുന്നു. അത് പറയേണ്ടത് അവരല്ല, നമ്മളാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ലോകം തിരിച്ചറിയും, കാശ്മീരികൾ തിരിച്ചറിയും. പാകിസ്ഥാൻ ഈ ദുഷ്പ്രചരണത്തിൽ പരാജയപ്പെടുക തന്നെ ചെയ്യും.